ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആർ കെസ് ചാനൽ. ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോണത് തീയില്ലാതെ ഒരു പപ്പായ പച്ചടിയാണ്. വരൂ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ പച്ചടി ഉണ്ടാക്കാനായി നമ്മളിതാ ഒരു പഴുത്ത പപ്പായ എടുത്തിട്ടുണ്ട്. ഒരുപാട് പഴുത്തിട്ട് ഇങ്ങനെ തൊടുമ്പോഴേക്കും തോലെടുക്കാൻ പറ്റാതെയൊക്കെ വരും. അങ്ങനത്തെ പപ്പായ പാടില്ല കേട്ടോ. ഇതിപ്പോൾ മുറിക്കണ പോലെ നമുക്കെല്ലാം, അതായത് അതിൻ്റെ തോലും മുകളിലത്തെ സാധനങ്ങളും ഒക്കെ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റണ പോലത്തെ പപ്പായ ആയിരിക്കണം കേട്ടോ. ഇപ്പോൾ ചിലപ്പം നേന്ത്രപ്പഴമൊക്കെ കറുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുമാതിരി ആവില്ലേ നമ്മൾ, അതുപോലെ ആവരുത്. അതുപോലെ കട്ട് ചെയ്യാനൊക്കെ കിട്ടണം കേട്ടോ. അങ്ങനത്തെ ഒരു പപ്പായ എടുത്തിട്ട് ഇതേപോലെ കുറച്ച് ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് വയ്ക്കുക. ഓക്കെ, ഞാനിവിടെ മുഴുവനൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പകുതി പപ്പായ മാറ്റി വെച്ചിട്ടുണ്ട് വെറുതെ തിന്നാൻ. ഒരു മിക്സി ജാറിലേക്ക് നമ്മളിതാ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ തേങ്ങയാണെങ്കിൽ, ഒരു വലിയ തേങ്ങയാണെങ്കിൽ ഒരു അരമുടി തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് കട്ട് ചെയ്തിട്ടത്. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കടുക് കൂടി പോകരുത്, അത്ര മതി. അതിലേക്ക് നമ്മൾ എരിവിന് നിങ്ങൾക്ക് ആവശ്യമുള്ള ചുവന്ന മുളക് എടുക്കുക കേട്ടോ. ഞാനിന്ന് 4 എടുത്തിട്ടുണ്ട്. അതിനെ നല്ല ഫൈൻ പേസ്റ്റാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതവിടെ പപ്പായ മുറിച്ച് വെച്ച പപ്പായ ഉണ്ട്. നമുക്ക് വേവിക്കുകയൊന്നും വേണ്ട, പപ്പായ നമ്മൾ അങ്ങനെ കഴിക്കുമല്ലോ. അപ്പോൾ അതിലേക്ക് ഈ അരച്ച പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, അതേ മിക്സി ജാറിൽ തന്നെ കുറച്ച് പുളിക്കാത്ത തൈര് ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് കലക്കുന്നുണ്ട് കേട്ടോ. പുറത്ത് കണ്ടോ സൂര്യൻ, രാവിലത്തെ ഉദയ സൂര്യനാണ്. ഇതുവരെ കണ്ടിട്ടില്ല, കുറേ നാളായി, ആദ്യമായിട്ടാണ്. ഇതുവരെ മഴയായിരുന്നല്ലോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ അതിലേക്ക് ഈ അരച്ച പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് തൈരും കൂടി, മോര്, കട്ടത്തൈരുണ്ടെങ്കിൽ ബെസ്റ്റ് കേട്ടോ, അത് നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ ഇന്ന് മിക്സി ജാറിൽ മോരാണ് ഒന്ന് അടിച്ചിട്ട് ഇട്ട് കൊടുക്കണം, മോരായിട്ട് കേട്ടോ. എനിക്ക് കുറച്ച് ലിക്വിഡായിട്ട് വേണം, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് കുറച്ച് കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കട്ടത്തൈരിട്ട് മിക്സ് ചെയ്താൽ മതി. ഓക്കെ, ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ്. അത് നമ്മൾ കഴിക്കണതിന് അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂർ മുമ്പെയോ, അല്ല പുളി വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് മുമ്പേ കൂടി മിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിൽ കുറേ പുളി വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കില്ല. ഓക്കെ, പിന്നെ നമ്മൾ അതിന് കടുക് വറുക്കാൻ പോവാണ്. ഓക്കെ, ഒരു പാനിൽ എണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കടുക് ഇട്ട് കൊടുത്ത് കടുക് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 2 മണി ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ചുവന്ന മുളക്, കറിവേപ്പില എല്ലാം കൂടി നല്ലോണം വഴറ്റിയ ശേഷം ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കഴിക്കണതിന് ഒരു 10 മിനിറ്റ് മുമ്പ് 15 മിനിറ്റ് മുമ്പ് ഉണ്ടാക്കിയാലും മതി. അധികം പുളിയില്ലാത്ത തൈര് ഒഴിക്കുകയാണെങ്കിൽ, നേരത്തെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് തൈര്, മോരോ ഏതായാലും ഇത്തിരി പുളി വരും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് സൗകര്യം അനുസരിച്ച് ഉണ്ടാക്കിക്കോളൂ. കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ഇപ്പോൾ പപ്പായ പച്ചടി തയ്യാറായിരിക്കുകയാണ്. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഈ ഓണം പപ്പായ പച്ചടി ഉണ്ടാക്കി കൊണ്ടാടും. ഹാപ്പി കുക്കിംഗ്.